ഹലോ, തമ്മിൽ കണ്ടപ്പം തന്നെ കാര്യം ഏകദേശം പിടികിട്ടി കാണുമല്ലോ. വേറെ ഒന്നുമല്ല, കുക്കിംഗ് മെത്തേഡിലൊരു ക്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നോ കുക്കിംഗ് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചാനലിൽ പോയിട്ട് കാണുക. സത്യം പറയാലോ, ഇത് ഉണ്ടാക്കാൻ ഇത്രയ്ക്ക് ഈസിയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാന്ന് ചോദിച്ചാൽ 1 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് ഗ്ലൂ, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ ഓയിലും. ഏത് കളർലെസ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക. കൂടുതൽ ക്ലേ വേണമെങ്കിൽ കൂടുതൽ റേഷ്യോയിൽ എല്ലാം എടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ചേ എടുത്തുള്ളൂ, എനിക്ക് കുറച്ചാണ് വേണ്ടത്, അതുകൊണ്ടാണ്. കുക്കിംഗ് മെത്തേഡ് ആയതുകൊണ്ട് പാരൻസിൻ്റെ ഹെൽപ്പോടെ ചെയ്യുക. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള ഗമ്മ്, അതായത് 1 കപ്പ് ഗമ്മ് എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചതാണ്. പിന്നെ നമ്മൾ 1 കപ്പ് കോൺഫ്ലോർ എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പ് കോൺഫ്ലോർ. ശരിക്കും 1:1 ആണ്. അതായത് എത്ര കോൺഫ്ലവർ ആണോ എടുക്കുന്നത് അതേ അളവ് തന്നെ ഗമ്മും എടുക്കണം എന്നാണ്. ഞാനിത് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ പറയുമ്പം കറക്റ്റ് മെഷർമെൻറ്റ് പറയണമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാനിത് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ഓയിലും വിനീഗറും ചേർത്ത് ആദ്യം നമ്മൾ ഗ്യാസ്മേലല്ലാതെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റൗമിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ചായിട്ടാണ് ഞാൻ കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചുകൂടിയും കോൺഫ്ലോർ ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ലാത്തൊരു പരിവായാൽ നിങ്ങൾക്കിത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഫുൾ കോൺഫ്ലവർ ഇട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈയൊക്കെ വേദന എടുക്കും, എന്നാലും നമ്മൾ തളരരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴത്തേക്ക്, അതായത് നമ്മളൊന്ന് എടുത്തു നോക്കിയ ശേഷം നമ്മളെ ഫിംഗറിൽ പറ്റിപ്പിടിക്കും. പക്ഷേങ്കിൽ നമ്മുടെ കൈയിൻ്റെ പാമുണ്ടല്ലോ, അവിടെ നോക്കിയാൽ പറ്റിപ്പിടിക്കില്ല, ഭയങ്കര സ്റ്റിക്കായിട്ടേക്കും ഉണ്ടാവുക. ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ എടുത്ത് നന്നായിട്ട് പാനിൽ ഇളക്കണം. ഞാനിപ്പം ബ്ലാക്ക് സ്റ്റാൻഡിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോയിൽ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യുന്നത്, വെറുതെ കച്ചറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ, ജസ്റ്റ് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴക്കുമ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇതാക്കില്ലേ, അതുപോലെ നമ്മൾ കോൺഫ്ലോർ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ ഇങ്ങനെ വിതറണം. അതിനുശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ ലോഷൻ ചേർക്കുന്നുണ്ട്, അതായത് ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നല്ലോണം സോഫ്റ്റ് ആകാൻ വേണ്ടി ലോഷൻ ചേർക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ കുറച്ചുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. അത് ഓപ്ഷനലി ആണ്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട എന്നുള്ള മട്ടിലാണ്. ഇത് നന്നായിട്ട് നമ്മൾ ഒരു ക്ലേൻ്റെ പരുവം ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ ക്ലേ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി കോൺഫ്ലവർ പൗഡർ വെതറി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സാക്കി. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലേ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനെ കൊണ്ടൊരു ലവ് ഷേപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം സ്റ്റിക്കി അല്ലാത്തൊരവസ്ഥയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ കളിക്കാം, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അങ്ങനെ ആക്കുമ്പോൾ. ഇതിൻ്റെ മുന്നേ ഞാൻ നോ കുക്കിങ്ങിൽ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചതാണ് കുക്കിംഗ് മെത്തേഡിൽ ചെയ്യണമെന്ന്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് റെഡി ആവുമോ ഇല്ലയോ എന്ന്. അതാണ് ചെയ്യാണ്ടിരുന്നത്. ഇതിനി പാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എയർ കടത്തി വിടാത്ത ഏതെങ്കിലും ഒരു ബൗളിൽ അടച്ചിട്ട് പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിനെ കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാനലിൽ ഇടുന്നുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ് അതും. പക്ഷെങ്കിൽ അത് പിന്നെ ഷോർട്സ് ആക്കിയിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഞാനത് ചാനലിൽ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. ഇതിനെക്കൊണ്ട് ഞാൻ 2 ബുക്ക് മാർക്കും പിന്നെ ഒരു പിക്ചർ ഹോൾഡറും പിന്നെ 2-3 റിങ്ങും ഒക്കെയാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഉണങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്ലേകളെല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു ടു അനദർ വീഡിയോ. താങ്ക് യു.